തിരുവനന്തപുരം ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ ഭയം വിതയ്ക്കുന്ന സുമതി. സുമതി കൊല്ലപ്പെട്ട വളവ് അഥവാ സുമതി വളവിലൂടെ ആ പ്രദേശവും ഭയപ്പെടുത്തുന്ന പ്രദേശങ്ങളുടെ കൂട്ടത്തിൽ സ്ഥാനം പിടിച്ചു. തിരുവനന്തപുരം പാലോടടുത്ത് മൈലമ്മൂട് എന്ന മലയോര ഗ്രാമത്തിലേക്ക് പോകുമ്പോഴാണ് പ്രസിദ്ധമായ സുമതി വളവ്. പാലോട് നിന്നും കല്ലറയിലേക്ക് പോകുമ്പോൾ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് പിന്നീട് അങ്ങോട്ട്. മുന്നോട്ട് പോകുന്തോറും കാടിൻ്റെ സ്വഭാവം മാറുകയാണ്. ഒരു കൊടും വളവിലെത്തുമ്പോൾ അവിടെ ഒരാളെ കാണാം. 70 വർഷം മുൻപ് കൊല ചെയ്യപ്പെട്ട സുമതി എന്ന ഗർഭിണിയായ യുവതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞും തിരിഞ്ഞു നടക്കുന്നെന്ന വിശ്വാസമാണ് ഈ ഭയത്തിനു കാരണം. ഇന്നും ആ ഭയത്തിന് ഒരു കുറവും വന്നിട്ടില്ല. വനപ്രദേശമായതിനാൽ തന്നെ സന്ധ്യ മയങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഇരുട്ടിലാവുന്ന പ്രദേശമാണിത്. ഇടതിങ്ങി വളരുന്ന മരങ്ങളുള്ള റോഡിൽ ഒരു ഭാഗം വലിയ ഗർത്തമാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാരാട് ഊന്നൻപാറയിൽ പേഴുമൂടാണ് സുമതിയുടെ സ്ഥലം. കൊല്ലപ്പെടുമ്പോൾ 22 വയസ്സായിരുന്നു സുമതിയുടെ പ്രായം. സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമായിരുന്നില്ല സുമതിയുടേത്. അയൽവാസിയായ രത്നാകരൻ്റെ വീട്ടിൽ അടുക്കള ജോലിക്കും മറ്റും സഹായിക്കാനായി സുമതി പോകുന്നത് പതിവായിരുന്നു. അന്ന് 24 വയസ്സായിരുന്നു രത്നാകരൻ്റെ പ്രായം. ഇരുവരും വൈകാതെ പ്രണയത്തിലായി. ഒടുവിൽ സുമതി ഗർഭിണിയായി. ഗർഭിണിയാണെന്നറിഞ്ഞതോടെ സുമതി ഒഴിവാക്കാൻ രത്നാകരൻ ശ്രമം തുടങ്ങി. രത്നാകരനെ വിവാഹം കഴിക്കണമെന്ന് ഉറച്ച തീരുമാനത്തിൽ സുമതി നിന്നു. ഉടനെ വിവാഹം കഴിക്കണമെന്നും രത്നാകരനോട് സുമതി ആവശ്യപ്പെടാൻ തുടങ്ങി. സുമതിയുടെ നിർബന്ധം സഹിക്കവയ്യാതെ രത്നാകരൻ സുമതിയെ എന്നേക്കുമായി ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു. 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രി 11 മണിക്കാണ് ആ അരുംകൊല നടന്നത്. പാങ്ങോട് മധുരദേവി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവ ദിനമായിരുന്നു അന്ന്. ഉത്സവം കാണാൻ കൊണ്ടുപോകാമെന്ന് സുമതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രത്നാകരൻ തൻ്റെ അംബാസഡർ കാറിൽ അവളെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. വാഹനം കുറച്ചുനേരം പിന്നിട്ടപ്പോൾ വഴിയിൽ നിന്നിരുന്ന സുഹൃത്ത് രവീന്ദ്രനെയും കാറിൽ കയറ്റി. എന്നാൽ കാർ പാങ്ങോടെത്തി ക്ഷേത്രത്തിലേക്ക് ഇടത്തോട്ട് തിരിയുന്നതിന് പകരം കാർ മറ്റൊരു ഭാഗത്തേക്ക് പോയി. വനാതിർത്തിയിൽ മൈലമ്മൂട് പാലത്തിനു സമീപം എത്തിയപ്പോൾ കാർ കാട്ടിനുള്ളിൽ കയറ്റി പാർക്ക് ചെയ്തു. വഴി അറിയാതെ നിന്ന സുമതിയോട് അമ്പലത്തിലേക്ക് പോകാൻ ഇതിലെ കുറുക്കു വഴിയുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇത് വിശ്വസിച്ച സുമതി അവരോടൊപ്പം നടന്നു. അവളെ സൂത്രത്തിൽ ഉൾവനത്തിലെത്തിച്ച് കൊലപാതകം നടത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിനിടയിൽ അവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതി താൻ ചതിയിൽപ്പെട്ടുവെന്ന് മനസ്സിലായി. വനത്തിനുള്ളിൽ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഇരുവരും അവളെ ക്രൂരമായി മർദ്ദിച്ചു. ഇതിനിടയിൽ പലതവണ അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ കിട്ടിയ സുമതി കുറച്ചു ദൂരം കൂടി അവർ വലിച്ചിഴച്ച് കൊണ്ടുപോയി. ഇതിനിടയിൽ ദിശ തെറ്റിയ രത്നാകരനും കൂട്ടുകാരനും ഉൾവനമെന്ന് വിചാരിച്ച് നടന്നെത്തിയത് കാരോട് കല്ലറ പാങ്ങോട്ട് റോട്ടിലാണ്. അവിടുത്തെ എസ് വളവിൽ വെച്ചാണ് ഇവർ സുമതിയെ കൊല്ലുന്നത്. രത്നാകരൻ സുമതിയുടെ മുടിയിൽ പിടിച്ച് കഴുത്ത് മലർത്തി വെച്ചു കൊടുക്കുകയും കൂട്ടുകാരൻ കത്തികൊണ്ട് കഴുത്തറക്കുകയും ചെയ്തു. ഇതിനിടയിൽ തന്നെ കൊല്ലരുതെന്നും തമിഴ്നാട്ടിലെങ്ങാനും കൊണ്ടുവിട്ടാൽ അവിടെ ജീവിക്കാമെന്നും ഒരിക്കലും തിരിച്ചു വരില്ലെന്നും രത്നാകരനോട് സുമതി പറഞ്ഞു. ഇതിനൊന്നും ചെവി കൊടുക്കാതിരുന്ന രത്നാകരനോട് തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോടെങ്കിലും ദയ കാട്ടണമെന്നും തന്നെ ജീവനോടെ വിടണമെന്നും സുമതി കീണപേക്ഷിച്ചു. എന്നാൽ ഇതൊന്നും കേൾക്കാൻ രത്നാകരൻ തയ്യാറായില്ല. സുമതിയുടെ കഴുത്തിൽ കത്തി താഴ്ത്തിയപ്പോൾ ചീറ്റി ഒഴുകിയ രക്തം കണ്ട് കൂട്ടുകാരൻ ഭയന്നുപോയി. പിന്നീട് കഴുത്തറുത്തു മാറ്റാനായ അവസ്ഥയിൽ സുമതി അവിടെ ഉപേക്ഷിച്ച് ഇരുവരും സ്ഥലം വിടുകയും ചെയ്തു. 3 ദിവസത്തിനു ശേഷം കാട്ടിൽ വിറക് ശേഖരിക്കാൻ വന്നവരാണ് സുമതിയുടെ മൃതദേഹം കാണുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ച് 6 മാസത്തിനു ശേഷം പോലീസ് പിടിയിലായ രത്നാകരനെയും കൂട്ടുകാരൻ രവീന്ദ്രനെയും കോടതി ജീവപര്യന്തം ജയിൽ ശിക്ഷ വിധിച്ചു. 15 വർഷത്തിനു ശേഷം ഇവർ ജയിൽ മോചിതനായി. താമസിയാതെ രവീന്ദ്രനും രത്നാകരനും മരണപ്പെട്ടു. കൊല ചെയ്യപ്പെട്ടത് ഗർഭിണിയായതിനാൽ ഇവിടെ അരും കൊലയുടെ വാസസ്ഥലമായി നാട്ടുകാർ ചിത്രീകരിച്ചു. സുമതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്ന കഥ കാട്ടുതീ പോലെ പടർന്നു. ഉത്സവ പറമ്പുകളിൽ വിറ്റിരുന്ന പുസ്തകങ്ങളിലൂടെയായിരുന്നു ആദ്യകാലത്ത് സുമതി കഥകളുടെ പ്രചാരണം. വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീരൂപം റോഡരികിൽ കണ്ടെന്ന് പലരും അഭിപ്രായപ്പെട്ടു. പലപ്പോഴും റോഡരികിലുള്ള പൊന്തക്കാട്ടിൽ നിന്നോ തൊട്ടടുത്തുള്ള ഗർത്തത്തിൽ നിന്നോ ഭീകര ശബ്ദങ്ങൾ ഉയർന്നു. അർദ്ധരാത്രിയിൽ ഈ വളവിലെത്തുമ്പോൾ വാഹനങ്ങളുടെ എഞ്ചിനുകൾ തനിയെ ഓഫാകും. ബൈക്ക് യാത്രികർ പെട്ടെന്ന് തന്നെ ബൈക്കിൽ നിന്നും തെന്നി വീഴും. ഹെഡ്ലൈറ്റുകൾ തനിയെ ഓഫാകും. ടയറുകളുടെ കാറ്റ് പോവും തുടങ്ങിയ കഥകൾ കാട്ടുതീ പോലെ പടർന്നതോടെ ഒരു കാലത്ത് പട്ടാപ്പകൽ പോലും ഇതിലെ കടന്നുപോവാൻ ആളുകൾ ഭയന്നു. 70 വർഷം കഴിഞ്ഞിട്ടും ഈ റോഡിൻ്റെ ഭീകരത മാറിയിട്ടില്ല. കേരളത്തിന് പുറത്തുനിന്നും ആളുകൾ ഇവിടം കാണാനായി എത്തുന്നുണ്ട്. അസാധാരണമായ സംഭവങ്ങൾ അരങ്ങേറിയെന്നും അവർ അഭിപ്രായപ്പെടുന്നു. സുമതിയുടെ കൊല നടന്ന ശേഷം 30-ലധികം ആളുകളെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ ഇവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഫോറസ്റ്റ് ജീവനക്കാർ പറയുന്നത്. സുമതി വളവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കഥകൾക്ക് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്നാണ് പോലീസും ഒരു വിഭാഗം ജനങ്ങളും അഭിപ്രായപ്പെടുന്നത്. ഇവരുടെ ശല്യം ഏറെക്കുറെ ഇല്ലാതായെങ്കിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ദുരൂഹ മരണങ്ങളും പ്രത്യക്ഷപ്പെടുന്ന അജ്ഞാത മൃതദേഹങ്ങളും ജനങ്ങളുടെ ഭീതി കൂട്ടുന്നു.